ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് ആക്ടിവിറ്റി റേഷ്യോസ് ആണ്. ഇതിനു മുൻപ് ലിക്വിഡിറ്റി റേഷ്യോസിനെ കുറിച്ചും ലിവറേജ് റേഷ്യോസിനെ കുറിച്ചും ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി റേഷ്യോസ്. These ratios are also known as efficiency ratios or performance ratios or turnover ratios. Activity ratios show how effectively a firm uses its available resources or assets. ഒരു സ്ഥാപനം അതിൻ്റെ അസറ്റ്സ് എത്ര കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ആക്ടിവിറ്റി റേഷ്യോസിലൂടെ മെഷർ ചെയ്യുന്നത്. ഹയർ ടേൺ ഓവർ റേഷ്യോ മീൻസ് ബെറ്റർ യൂസ് ഓഫ് റിസോഴ്സസ്. ടേൺ ഓവർ റേഷ്യോസ് ആർ ആൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് ടൈംസ്. Important activity or turnover ratios are inventory turnover ratio, debtors turnover ratio, creditors turnover ratio, working capital turnover ratio and fixed asset turnover ratio തുടങ്ങിയവയാണ്. Inventory turnover ratios or stock turnover ratio. This ratio shows the relationship between cost of goods sold and average inventory or stock. It indicates the number of times the stock is turned over or converted into sales. ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോയിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് സ്റ്റോക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല: സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. If opening stock is not given in question, closing stock may be used as average stock. If cost of goods sold cannot be ascertained from the given information, net sales may be used. Stock velocity. Generally, stock turnover ratio is expressed in times. It can also be expressed in days or months. Then it is called stock velocity or a stock turnover period. Stock velocity കാണുന്നതിനുള്ള ഫോർമുല: number of days or months in a year divided by stock turnover ratio in times, or average stock divided by cost of goods sold into number of days or months in a year. Standard stock turnover ratio 8 times. A higher turnover ratio indicates that inventory is sold fast. Lower inventory ratio reflects overinvestment in inventories. അടുത്തത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ദിസ് റേഷ്യോ എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവബിൾ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എഫിഷ്യൻ്റ്ലി ദ ഫേം കളക്ട്സ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസും ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിന് അതിൻ്റെ ഡെപ്റ്റേഴ്സിൽ നിന്നും കളക്ട് ചെയ്യാനുള്ള ക്യാഷ് എത്ര എഫിഷ്യൻ്റായി കളക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ റേഷ്യോസിലൂടെ മെഷർ ചെയ്യുന്നത്. ദിസ് റേഷ്യോ ആൾസോ നോൺ ആസ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണുന്നതിനുള്ള ഫോർമുല: നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽസ്. ആവറേജ് ഡെപ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ആവറേജ് ബിൽസ് റിസീവബിൾ ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ 2. If opening debtors and opening bills receivable are not available, their closing values may be taken. It should be noted that provision for bad and doubtful debts should not be deducted from debtors. Average collection period. It means the number of days or months for which debtors and bills receivable remain outstanding. It also known as debtors velocity or average age of debtors.
ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല 360 days or 12 months divided by debtors turnover ratio or average debtors plus bills receivable divided by credit sales per day. Credit sales per day is equal to net credit sales divided by 365 days. ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഡയറക്റ്റ് ഫോർമുലയാണ് ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365 days or 12 months. For debtors turnover ratio, standard is not fixed. Generally, a turnover ratio of 7 or a collection period of 45 days may be taken as satisfactory. അടുത്തത് creditors turnover ratio. This ratio shows the relationship between net credit purchases and average creditors including bills payable. It is also called payables turnover ratio. Creditors turnover ratio calculate ചെയ്യുന്നതിനുള്ള ഫോർമുല net credit purchases divided by average creditors including average bills payable. Net credit purchases is equal to total credit purchases minus purchase returns. Total credit purchases is equal to total purchases minus cash purchases. Average creditors is equal to opening creditors plus closing creditors divided by 2. Average bills payable is equal to opening bills payable plus closing bills payable divided by 2. If opening creditors and opening bills payable are not given, their closing values may be used. Provision for discount on creditors should not be deducted from creditors. Average payment period. It means the credit period enjoyed by the firm in paying creditors. It is also known as creditors velocity or average age of creditors. Average payment period calculate ചെയ്യുന്നതിനുള്ള ഫോർമുല 360 days or 12 months divided by creditors turnover ratio or average creditors plus bills payable divided by credit purchases per day. Credit purchases per day is equal to net credit purchase divided by 365 or 360 days. Average payment period calculate ചെയ്യുന്നതിനുള്ള ഡയറക്റ്റ് ഫോർമുലയാണ് average creditors including bills payable divided by net credit purchase into 365 days. If the firm enjoys a higher turnover ratio, that is lower credit period, it means early payment to creditors. If the turnover ratio is lower, it means payment to creditors are delayed. അടുത്തത് working capital turnover ratio. The relation between sales and working capital is called working capital turnover ratio. Working capital turnover ratio calculate ചെയ്യുന്നതിനുള്ള ഫോർമുല net sales divided by working capital. Net sales is equal to total sales minus sales returns. Total sales is equal to cash sales plus credit sales. Working capital equal current assets minus current liabilities. Standard or ideal working capital turnover ratio is 7 or 8 times. അടുത്തത് fixed asset turnover ratio. This ratio establishes the relationship between net sales and net fixed assets. It measures the efficiency with which a firm is utilizing its fixed assets in generating sales. Fixed asset turnover ratio calculate ചെയ്യുന്നതിനുള്ള ഫോർമുല net sales divided by net fixed assets. Net fixed assets is equal to fixed assets minus depreciation. Higher ratio indicates better utilization of fixed assets. ഇത്രയാണ് activity ratios. Thank you.